ഏത്തക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയാത്തവർ അല്ല നമ്മൾ ആരും, അല്ലേ? നമുക്കൊക്കെ അറിയാം. നമ്മളുടെ മക്കളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾക്കും ഒക്കെ നമ്മൾക്ക് നമ്മുടെ കാർന്നോമാരായിട്ടും നമ്മൾ നമ്മുടെ മക്കൾക്കായിട്ടും ഒക്കെ നമുക്കറിയാം ഏത്തക്ക ഉണക്കി പൊടിച്ച് നമ്മൾ എന്ത് ചെയ്യും, കുറുക്കായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കും, ഇല്ലേ? പ്രായമായവർക്കും നമ്മൾ കൊടുക്കാറുണ്ട്, കുറുക്ക് രൂപത്തിൽ നമ്മൾ കൊടുക്കും. അപ്പോൾ പക്ഷേ ഇടത്തര ഒരു 5 വയസ്സൊക്കെ 4 വയസ്സ് 3 വയസ്സൊക്കെ കഴിഞ്ഞ് 3 വയസ്സ് 4 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പൊതുവേ ഇതൊന്നും കൊടുക്കാറില്ല. അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ അതിൻ്റെ പ്രോട്ടീൻ്റെ കുറവ്, വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഇങ്ങനെയെല്ലാം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ഈ പച്ച ഏത്തക്ക ഇതുപോലെ തന്നെ പുഴുങ്ങുക. കഴുകി മുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പുഴുങ്ങിയെടുക്കും. നമുക്കപ്പോൾ കഴുകി റെഡിയാക്കി കൊണ്ടുവരാം. ഇവിടെ നമ്മുടെ ഏത്തക്ക കഴുകി മുറിച്ച് പാത്രത്തിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ടത് വേവിക്കരുത്, ആവിയിൽ പുഴുങ്ങിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ പച്ച വാഴയ്ക്ക ഇവിടെ മുറിച്ച് പുഴുങ്ങി റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ പൊട്ടിയിരിപ്പുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ആ തൊലി അങ്ങ് മാറ്റിയിട്ട് കുറച്ച് ഉപ്പ് തളിച്ചെടുക്കണം. ഇതാ നമ്മുടെ പച്ച വാഴയ്ക്ക ഇത് കണ്ട തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി, തൊലി പതുക്കെ അങ്ങനെ മാറ്റിയിട്ടേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതാ നമ്മളിവിടെ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് നീരാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പ് കലക്കിയ നീര് നമ്മൾ ഇതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൽ ആവശ്യത്തിന് മാത്രം. ഇതാ ഉപ്പ് കലക്കിയ നീര് നമ്മളിങ്ങനെ ഒഴിക്കുവാണ്. നമ്മളതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുഴുങ്ങിയ ഏത്തക്കയുടെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നല്ല സുന്ദരൻ മാങ്ങ അച്ചാറുണ്ട്. ഇത് കൂട്ടിയാട്ടോ നമ്മൾ കഴിക്കുക. പച്ച ഏത്തക്ക പുഴുങ്ങിയതും കാന്താരി മുളക് അരച്ചതുമാണ് നല്ല കോമ്പിനേഷൻ. പിന്നെ മാങ്ങ അച്ചാറ് നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ. നാളെ നമുക്ക് കാണാം കേട്ടോ.